ക്രൂഡ് ഓയിൽ $100 താഴെ, പക്ഷെ പെട്രോളും ഡീസലും വില കയറിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ആഗോള ക്രൂഡ് വില ബാരലിന് $100 താഴെയായി. എങ്കിൽ ഡൽഹിയിൽ പെട്രോൾ വില ഇപ്പോഴും 102ഉം കേരളത്തിൽ 115ഉമാണ്. എന്താണ് കാരണങ്ങൾ എന്ന് വിശദമായി നമുക്ക് നോക്കാം. ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം എക്സൈസ് തീരുവ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങൾ അവരുടേതായ വാറ്റ് ചേർക്കുന്നതുകൊണ്ട് കേരളത്തിൽ 30.08%, തെലങ്കാനയിൽ 35.20% ഈടാക്കുന്നു. അത് താരതമ്യം ചെയ്യുമ്പോൾ ഗുജറാത്തിൽ വെറും 13.7% മാത്രമാണുള്ളത്. റീസൺ നമ്പർ 2, OMC അഥവാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ നഷ്ടം നികത്തൽ. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായ IOC, BPCL, HPCL തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 74 ദിവസത്തെ വില നിയന്ത്രണം കാരണം 1.2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി. മെയ് 15 മുതൽ അവർ 4 തവണ വില വർദ്ധിപ്പിച്ചു. എന്നാൽ ലിറ്ററിന് 8 തുടങ്ങി 10 രൂപ നഷ്ടം ഇപ്പോഴും അവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ വില വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇനി റീസൺ നമ്പർ 3, ഇന്ത്യൻ കറൻസി ഡോളറിനോട് ദുർബലമായതുമാണ് മറ്റൊരു റീസൺ. ഇന്ത്യ 85% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതും ഡോളറിലാണ്. രൂപ അടുത്തിടെ ഡോളറിന് 96.96 എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി. ഇപ്പോൾ ഏകദേശം 96.30 ആണ്. ആഗോള എണ്ണവില കുറഞ്ഞാലും ദുർബലമായ രൂപ നമ്മുടെ ഇറക്കുമതി ചെലവ് ഉയർത്തുന്നു. റീസൺ നമ്പർ 4, ലാഗ് പ്രൈസിംഗ്. ഇന്നത്തെ ക്രൂഡ് ഓയിൽ വിലയുടെ അടിസ്ഥാനത്തിലല്ല പമ്പിലെ പെട്രോളിന്റെ വില തീരുമാനിക്കുന്നത്. അതൊരു റോളിംഗ് ആവറേജിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്രൂഡ് അടുത്തിടെ $69 നിന്നും $114 കുതിച്ചു. ഇപ്പോൾ കാണുന്ന വർധനകൾ നേരത്തെ വർദ്ധിച്ചതിന്റെ കാരണം കൊണ്ടുകൂടിയാണ്. ഇനിയും ഒരു 20 രൂപ തുടങ്ങി വർദ്ധിക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി നമുക്ക് കേരളത്തെ കുറിച്ച് സംസാരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനം പെട്രോളിന് 30.08% വാറ്റ് ഈടാക്കുന്നുണ്ട്. കൂടാതെ ഒരു സാമൂഹ്യ സുരക്ഷാ സെസ്സും ഒരു ക്ഷേമ സെസ്സും. 2026 മാർച്ചിൽ കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ചപ്പോൾ കേരളം അതിന്റെ വാറ്റ് കുറച്ചില്ല. അതിന്റെ ഫലമായി 10 ദിവസത്തിനുള്ളിൽ 4 വർധനയാണ് ഉണ്ടായത്. പെട്രോളിന് 8.03 രൂപയും ഡീസലിന് 7.93 വർദ്ധിച്ചു. റവന്യൂ വെസ് റിലീഫ്. ഈ സംസ്ഥാന നികുതികൾ കേരളത്തിന് വാർഷികമായി 421 കോടിയാണ് അധിക വരുമാനം നൽകുന്നത്. എങ്കിൽ പുതിയ സർക്കാർ ഇതിൽ നിന്ന് ആശ്വാസം നൽകും എന്നാണ് ഇനി നോക്കേണ്ടത്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ട്രെയിൻ ട്രേഡ് ട്രാവൽ ഫോളോ ചെയ്യൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.